So, good evening, everyone. Once again, welcome to Nachad Higher Secondary School English Learning Program for the week. So, we have been discussing about the first lesson of our course book, textbook, that is Adventures in a Banyan Tree by Ruskin Bond. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ റസ്കിൻ ബോണ്ട് എഴുതിയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ചാപ്റ്റർ ആ ലെസണിലെ കുറച്ച് പാരഗ്രാഫ്സാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ഫസ്റ്റ് പാരഗ്രാഫിൽ പിന്നെ നമ്മുടെ ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സായ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അതുപോലെ റസ്കിൻ ബോണ്ട്, നെറേറ്റർ, ഓക്കെ, ഇവരെ ആളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ നെറേറ്റർക്ക് ഒരുപാട് എക്സ്പീരിയൻസസും ഒരുപാട് സന്തോഷങ്ങളും തന്ന ഒരു ബാനിയൻ ട്രീ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗാർഡനിൽ. അപ്പോൾ അവിടെ അദ്ദേഹം സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ, എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ, പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ലെസണിൽ പറയുന്നത്. അപ്പോൾ ആ ലെസൺ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു ചെറിയ സ്മോൾ സ്ക്വിരലിനെ പരിചയപ്പെടുന്നതും ആ സ്ക്വിരൽ ഈ കുട്ടിയുടെ നെറേറ്ററിൻ്റെ നല്ല ഫ്രണ്ടായി മാറുകയാണ്. ദ ഫ്രണ്ട്ഷിപ്പ് ഹാസ് ബിക്കം വെരി deep and the squirrel was ready to take food from his hands. അപ്പോൾ അത്രയും നല്ല ഒരു ഇൻറ്റിമസി എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ചെറിയ ഒരു സ്ക്വിരലായിട്ടുണ്ടാകുന്നു. പിന്നെ ഈ ഫിഗ് സീസണിൽ, സ്പ്രിങ് സീസൺ ആകുമ്പോൾ ഇതിൻ്റെ മേലെ നിറയെ പഴങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് there will be lot of birds flocking on its branches and it will be squabbling. സ്ക്വാബ്ലിങ്ങിൻ്റെ മീനിങ് അറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ സ്ക്വാബ്ലിങ് മീൻസ് ക്വാറലിങ് വിത്ത് വേർഡ്സ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വേർഡ്സ് ഞാൻ മീനിങ്ങും കൂടെ നമ്മളെ വീഡിയോയിൽ കാണിച്ചിരുന്നു. എല്ലാവരും അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്ന ഒരു ഡിസ്കോസ്, ഒരു നെറേറ്റർ എഴുതുന്ന ഡയറി എൻട്രി. അപ്പോൾ അധിക കുട്ടികളും, മോസ്റ്റ് ഓഫ് യു ഹാഡ് റെസ്പോണ്ടഡ് വെരി പോസിറ്റീവ്ലി. ഒരുപാട് നല്ല ഡയറി എൻട്രീസ് വന്നു. ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും തരുന്ന ആക്ടിവിറ്റീസ് ഇതേപോലെ സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത പാരഗ്രാഫ്സിലേക്ക് പോകാം. ഈ ഒരു പിന്നെ ഇതുവരെയുള്ള പിന്നെ 2, 3, 4 പാരഗ്രാഫാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അതിന് ശേഷമുള്ളതാണ്. Look into your textbooks. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with the cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Losa May Alcott made up my bag of very mixed reading. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with food vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually, nothing very exciting happened while I was in the banyan tree. But in one particular afternoon, I had enough excitement to last me through the summer. So halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. ഹാഫ് മീൻസ് പകുതി. അപ്പോൾ ആ ട്രീൻ്റെ ഏകദേശം ഒരു പകുതി ഉയരത്തിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു, ഐ ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം. അവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം, ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസൻ ടു ഹോട്ട്. അപ്പോൾ ഒരു നല്ല ചൂടൊന്നും അല്ലാത്ത ആഫ്റ്റർനൂൺസ് ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളത് ആ ഒരു മരത്തിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഒരു മരത്തിൻ്റെ പകുതി കയറി കഴിഞ്ഞാൽ ഐ ഹാഡ് മെയ്ഡ് എ പ്ലാറ്റ്ഫോം ദർ. ഐ വുഡ് സിറ്റ് ദർ. ഐ കുഡ് റീഡ് ദർ, പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ. ബോൾ മീൻസ് ട്രങ്ക്, തടി. അപ്പം മരത്തടീൻ്റെ മേലെ പ്രോപ്പ് ചെയ്തുകൊണ്ട്, പ്രോപ്പിംഗ് മീൻസ് ടു ലീൻ, ടു ബെൻഡ്. അപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുന്നതിന്, ചാരി ഇരിക്കുക, അതിനാണ് പ്രോപ്പിംഗ് എന്ന് പറയുക. അപ്പോൾ അതുപോലെ ഞാൻ എന്ത് ചെയ്യും, ആ ബനിയൻ ട്രീൻ്റെ നടുവിൽ അധികം ചൂടില്ലാത്ത, വെരി ഹോട്ട് അല്ലാത്ത ആഫ്റ്റർനൂൺസ് ഐ വുഡ് സിറ്റ് ദെയർ, പ്രോപ്പ് ദെയർ ആൻഡ് ഐ വുഡ് റീഡ് ബുക്സ്. ഞാൻ എന്ത് ചെയ്തിരുന്നു, ഒരുപാട് ബുക്സ് വായിച്ചിരുന്നു. ഇൻ ദ ബോൾ ഓഫ് എ ട്രീ, ബോൾ മീൻസ് ട്രങ്ക് ഓഫ് ദ ട്രീ, കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. അപ്പോൾ അതിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്ത് ചെയ്യും,
കുഷിൻസ് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അതുകൊണ്ടാണ് അതിൽ ചാരി ഇരുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഐ വുഡ് റിലാക്സ് ആൻഡ് റീഡ് ബുക്സ്. സോ ഹി വാസ് ടെല്ലിങ് അബൌട്ട്സ് മെൻഷനിങ് ദ നെയിം ഓഫ് സം ബുക്സ്. അയാൾ അന്ന് നെറേറ്റർ വായിച്ച കുറച്ച് ബുക്സിനെ പറ്റി പറയാണ്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബോസ്, ലൈക്ക് ദാറ്റ്, ലൗസമേ അൽക്കോട്ട്. അപ്പം അങ്ങനെയുള്ള പല കളക്ഷൻസും പല വെറൈറ്റി സ്റ്റോറീസും ഞാൻ അന്ന് എന്ത് ചെയ്തിരുന്നു, അതിൻ്റെ മേലെ ഇരുന്നിട്ട് ആ ബോൾ ഓഫ് ദ ട്രീയിൽ ഇരുന്നിട്ട് വായിച്ചിരുന്നു. അപ്പോൾ അന്ന് റസ്കിൻ ബോണ്ട് അതൊരു ഭയങ്കര എന്താണ് ഹോബി ആയിട്ട് ഒരു പിന്നെ ഫ്രീ ആയിട്ട് നല്ല ഒരു രസകരമായി ചെയ്ത ഒരു കാര്യമാണ്. ഒബ്വിയസ്ലി തീർച്ചയായും അദ്ദേഹം ഇങ്ങനെ ഒരു റൈറ്റർ ആവാനുള്ള കാരണം അദ്ദേഹം ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു റീഡിങ് ഹാബിറ്റുള്ള ആളാണെന്ന് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആൻഡ് നാച്ചുറുമായിട്ടും അദ്ദേഹം വളരെയധികം അടുത്ത ഇൻറ്റിമേറ്റ് ആയിരുന്നു. ഹി വാസ് ഫീലിംഗ് വെരി ഹാപ്പി വിത്ത് ദ നാച്ചർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്ന ഒരാളെ നല്ലൊരു എഴുത്തുകാരനാക്കി മാറ്റുന്നത്. ഹീ ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ലോട്ട് ഓഫ് റീഡിങ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യണം. സോ ഇറ്റ് ഹാഡ് മേക്ക് മീ എ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബുക്സ് ഞാൻ എൻ്റെ മേലെ ഇരുന്ന് എന്ത് ചെയ്തിരുന്നു, വായിച്ചിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, അപ്പോൾ ചില സമയത്ത് എനിക്ക് എന്തില്ല, വായിക്കാനൊന്നും തോന്നൂല. ഐ ഡിഡ് നോട്ട് ഫീൽ ടു റീഡ്. ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ഞാൻ എന്ത് ചെയ്യും, ആ പിന്നെ ബനിയൻ ട്രീൻ്റെ മേലെ ഇരുന്ന് താഴെ ആ ഇലകളിൻ്റെ ഇടയിലൂടെ താഴേക്ക് നോക്കും, താഴെയുള്ള ലോകം കാണാൻ. ഓക്കെ, വാട്ട് വിൽ ബി ദ പീപ്പിൾ ഡൂയിങ്, ഐ വിൽ ബി വാച്ചിങ്. ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ആൻഡ് ഹി കുഡ് സീ മെനി തിങ്സ്. താഴോട്ട് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന പിക്ചേഴ്സ്, കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ് മീൻസ് വാഷ്ഡ് ക്ലോത്ത്സ്. അപ്പോൾ ഗ്രാൻഡ് മദർ ഇങ്ങനെ ഗാർഡൻ്റെ ആ സൈഡ് നോക്കുമ്പോൾ ആ കിച്ചൺ ഗാർഡൻ്റെ അടുത്തുനിന്നോ മറ്റോ പിന്നെ ഈ തുണികൾ, അയയുന്ന തുണികൾ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുണികൾ അയയിലേക്ക് ഇടുന്നുണ്ടാവും. ഹി ഷുഡ് ബി ടേക്കിംഗ് ദ വാഷ്ഡ് ക്ലോത്ത്സ്. അറ്റ് കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ or at grandfather grumbling. അപ്പോൾ സംടൈംസ് he could see cook was quarreling with the fruit vendor. അതിലേ പോകുന്ന പഴക്കച്ചവടക്കാരൻ, വെൻഡർ മീൻസ് വൺ ഹു ഈസ് സെല്ലിങ് ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട് വെൻഡറിൻ്റെ അടുത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, ക്വാറൽ ചെയ്യാന്ന് പറഞ്ഞാൽ തർക്കിക്കുക, അടികൂടുക എന്നുള്ള അർത്ഥം. അപ്പോൾ പിന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് വെൻഡറിയൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഞാനിങ്ങനെ നോക്കും. ഐ വുഡ് ഓൾവേസ് എക്സ്പീരിയൻസ്. അപ്പോൾ നല്ലൊരു റീഡറുമാണ് ഇദ്ദേഹം. നല്ലോണം എക്സാമിൻ ചെയ്യുന്നുണ്ട്, ആളുകൾ കാണുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ആൻഡ് സംടൈംസ് ഐ വുഡ് സീ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഗാർഡനിലൂടെ ഗ്രാൻഡ് ഫാദർ ഗ്രംബിൾ ചെയ്തുകൊണ്ട്, ഗ്രംബിൾ മീൻസ് ടു മേമർ ഇൻ ആൻ ആംഗ്രി വേ, ഇങ്ങനെ പിറുപിറുക്കുക, ദേഷ്യത്തോടു കൂടി എന്തെങ്കിലും പറയുന്നതിനാണ് ഗ്രംബ്ലിംഗ് എന്ന് പറയുക. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഈ മാരിഗോൾഡിനെ ഇങ്ങനെ ശപിച്ചുകൊണ്ട്, പിറുപിറുത്തോണ്ട്, മാരിഗോൾഡ് ഇറ്റ് ഹാഡ് ഓവർ ഗ്രൂൺ ത്രൂ ഹിസ് ഇംഗ്ലീഷ് ഗാർഡൻ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് ഗാർഡൻ്റെ മേലെ പിന്നെ എന്താണ് കോൺകർ ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ വളർന്നു വരുന്ന മാരിഗോൾഡ്, ഇന്ത്യൻ മാരിഗോൾഡ് എന്ന് പറയുന്നത്, ശരിക്കും മാരിഗോൾഡ് ഒരു ഇന്ത്യൻ പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഒരു പ്ലാന്റിനെ ദുഷിച്ച് പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെത് ചിലപ്പോൾ മേ ബി ഹി ഹാഡ് ആൻ ഇംഗ്ലീഷ് ഗാർഡൻ, ചിലപ്പോൾ യൂറോപ്പിൽ നിന്ന് ബ്രിട്ടനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ചെടികളൊക്കെ ആവാം അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിൽ, ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഗാർഡൻ്റെ മേലെ കൂടെ ഈ ഇന്ത്യൻ ചെടി ഇങ്ങനെ വളർന്നു വരുന്നതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ ചിലപ്പോൾ ഗ്രംബിൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം റസ്കിൻ ബോണ്ട് ഒരു യൂറോപ്യൻ, ഒരു ഇംഗ്ലീഷ് ഡിസെൻ്റ് ഉള്ള ആളാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ് ആയാലും ഇംഗ്ലീഷ് ഡിസെൻ്റ് ഉണ്ടാകും. നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദറിനൊക്കെ ആ ഒരു കൾച്ചറും ആ ഒരു ലൈഫ് സ്റ്റാൻഡേർഡുമാണ് ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഈ ഒരു ഇംഗ്ലീഷ് ഗാർഡനിലേക്ക് ഈ ഇന്ത്യൻ ചെടി വളർന്നു വന്നതിൽ പരിതപിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ he will be grumbling always. Usually nothing very exciting happened while I was in the banyan tree. അപ്പോൾ ബാനിയൻ ട്രീൻ്റെ മുകളിൽ ഞാൻ ഇരിക്കുമ്പോൾ കാര്യമായി യൂഷ്വലി അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷെ ഒരു ദിവസം ഒരു പ്രത്യേക ആഫ്റ്റർനൂണിൽ, ഒരു വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ആ സമ്മറിൽ മുഴുവൻ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന അത്രയും എക്സൈറ്റ്മെൻ്റ് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്തു, ആ ബനിയൻ ട്രീൻ്റെ മേലെ ഒരു പ്രാവശ്യം എനിക്കുണ്ടായി. നറേറ്റർ പറയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. While I sat directly above them
It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, where I saw a huge black cobra gliding out of the clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. In a clearing beneath the tree, in bright sunshine, they came face to face. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But Cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. It was to be a battle of champions. So it was an April afternoon and the warm breezes of approaching summer. Approaching means coming near. അപ്പോൾ അടുത്ത് തന്നെ വരാൻ പോകുന്ന സമ്മർ ചൂടുകാലം അടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട് തന്നെ ആ ഒരു ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ എന്തായിരുന്നു, ചെറിയൊരു ചൂടുണ്ടായിരുന്നു. വാം ബ്രീസ്, ഒരു സ്ലൈറ്റായിട്ടുള്ള ചെറിയ ഒരു ഇളം ചൂടുള്ള തെന്നലുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ ഹാഡ് സെൻഡ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്. അതുകൊണ്ട് തന്നെ ആ ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ദേ വെർ ഇൻസൈഡ് ദ ഹൗസ്, ഇൻഡോർസ്. എല്ലാവരും വീടിനകത്തായിരുന്നു. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ്. ഞാനാണെങ്കിൽ ആസ് യൂഷ്വലി നറേറ്റർ എന്താണ്, എല്ലാ ദിവസവും പോലെ തന്നെ ഈ കുട്ടി ബാനിയൻ ട്രീൻ്റെ മേലെ ഇരിക്കാൻ. ആൻഡ് ഹീ ടെൽസ് ദാറ്റ് ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. എനിക്കെന്തോ ഒരു ഡ്രൗസി മീൻസ് ഉറക്കച്ചടവ്. അപ്പോൾ ഒരു ഡ്രൗസിനെസ് ഫീൽ ചെയ്തു, ഒരു വീക്കായ പോലെ, ഭയങ്കര ചൂട് കൊണ്ടാവാം. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. അപ്പോൾ കുട്ടി വിചാരിക്കുകയാണ് ചൂട് കൊണ്ടുള്ള ഡ്രൗസിനെസ് കൊണ്ട് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട്, ഞാൻ ആ വീടിൻ്റെ പുറകിലുള്ള ആ പോണ്ടിൽ പോയി ഒന്ന് കുളിച്ചാലോ, ഒന്ന് സ്വിം ചെയ്താലോ, ഒന്ന് നീന്തി വന്നാലോ എന്നൊക്കെ വിചാരിക്കണം. സഡൻലി ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ ക്ലംപ് ഓഫ് കാക്ടസ്. പെട്ടെന്നാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ ഗാർഡൻ്റെ സൈഡിലൂടെയുള്ള ക്ലംപ് ഓഫ് കാക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു കാക്ടസിൻ്റെ കൂട്ടം, ചെടീൻ്റെ കള്ളിമുൾ ചെടിയുടെ ഒരു കൂട്ടുണ്ട്. ആ കൂട്ടത്തിൻ്റെ ഇടയിലൂടെ പെട്ടെന്ന് ഗ്ലൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, എ കോബ്ര എമേർജ്ഡ്. കോബ്ര മീൻസ് എ സ്നേക്ക്, ഒരു മൂർഖൻ പാമ്പ്. ഒരു പാമ്പ് എന്ത് ചെയ്തു, പെട്ടെന്ന് ആ കാക്ടസിൻ്റെ ഇടയിൽ കൂടെ എമേർജ് ചെയ്ത് വന്നു, ഗ്ലൈഡ് ചെയ്ത് വന്നു. ഗ്ലൈഡ് മീൻസ് ടു മൂവ് ക്വിക്ക്ലി. ഓക്കെ, ആക്ച്വലി ഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് എന്നൊക്കെ പറയും. സോ ഹിയർ ഇസ് എ ക്വിക്ക് മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ് വാസ് മേക്കിംഗ് സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. ശരിക്കും ആ ചൂട് കൊണ്ടായിരിക്കാം കുറച്ചും കൂടി കൂളറായിട്ടുള്ള ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി എന്നോണം ആ കോബ്ര പുറത്തേക്ക് വന്നു. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്. സോ സൈമിൾട്ടേനിയസ്ലി കോബ്ര വരുന്ന അതേ സമയത്ത് എന്ത് ചെയ്തു, ഇൻ ടു ദ സീൻ ദർ കെയിം എ മംഗൂസ് ഹും ഐ ഹാഡ് ഓഫൺ സീൻ. അപ്പോൾ പല പ്രാവശ്യമായി, ഓഫൺ എന്ന് പറഞ്ഞാൽ പല തവണകളായിട്ട് ഞാൻ ഈ ഒരു മംഗൂസിനെ ഗാർഡനിൽ അവിടെ ഇവിടെ കണ്ടിരുന്നു, കീരി. അപ്പോൾ കീരി എന്ത് ചെയ്തു, പെട്ടെന്ന് ഈ പാമ്പ് വന്ന അതേ സമയത്ത് തന്നെ, സ്നേക്കിൻ്റെ അതേ സമയത്ത് തന്നെ തൊട്ട ഓപ്പോസിറ്റ് സൈഡിൽ ആര് വന്നു, പെട്ടെന്നൊരു മംഗൂസും എമേർജ്ഡ് ഫ്രം ദ ബുഷസ്. അവിടെയുള്ള ആ ബുഷിൻ്റെ ആ കുറ്റിച്ചെടികളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു മംഗൂസ് എമേർജ് ചെയ്തു. വെൻ സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, കോബ്രേൻ്റെ മുന്നിലേക്ക് വന്നു. വി ഹാവ് ബീൻ ഹിയറിങ് ഓർ വി നോ ദാറ്റ് ദിസ് കോബ്ര ആൻഡ് ദ മംഗൂസ് ആർ യൂണിവേഴ്സൽ എനിമീസ്. അപ്പോൾ ഇവർ രണ്ടുപേരും, കീരിയും പാമ്പും എന്ന് പറഞ്ഞാൽ, മൂർഖൻ പാമ്പും കീരിയും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിവേഴ്സലായിട്ട് ബേസിക്കലായിട്ട് അവരെന്താണ്, ഭയങ്കര ശത്രുക്കളാണ്. നമ്മൾ ശത്രുക്കളായ ആളുകളെ കൊണ്ട് തന്നെ പറയും കീരിയും പാമ്പും. സോ ദേ കെയിം ഫേസ് ടു ഫേസ് ഇൻ എ ക്ലിയറിങ് ബിനീത്ത് ദ ട്രീ. അപ്പോൾ ആ മരത്തിൻ്റെ തൊട്ട് താഴെ ക്ലിയറിങ്, അധികം പുല്ലും കാടൊന്നും ഇല്ലാത്ത ഒരു നിരന്ന ഒരു സ്ഥലത്ത്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല ഒരു വെയിൽ അടിക്കുന്ന സൺഷൈനുള്ള ആ ഒരു പ്ലേസിൽ ദേ കെയിം ഫേസ് ടു ഫേസ്. അവ രണ്ടും എന്ത് ചെയ്തു, മുഖത്തോട് മുഖം നോക്കി ഫേസ് ടു ഫേസായി നിന്നു. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet ലോങ് വാസ് എ സൂപ്പർ ഫൈറ്റർ. അപ്പോൾ കോബ്രക്ക് നന്നായിട്ട് അറിയാം മംഗൂസ് എന്ന് പറയുന്നത് എന്താണ്, വെറും 3 feet വാസ് ഇറ്റ്സ് ലെങ്ത്. ഒരു 3 feet ലെങ്ത് ആണെങ്കിൽ കൂടി ഇറ്റ് വാസ് എ സൂപ്പർ ഫൈറ്റർ. അതെന്താണ്, തന്നെ സംബന്ധിച്ച് നല്ലൊരു എനിമിയാണ്, സൂപ്പർബായിട്ടുള്ളൊരു ഫൈറ്ററാണ്, ക്ലവറാണ്.
അപ്പോൾ മംഗൂസിന് എന്താണ്, നല്ല ബുദ്ധിയാണ്. ആ ഫൈറ്റിൽ വേണ്ട കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ഇൻ്റലിജൻ്റായിട്ട് മുന്നോട്ട് പോകാനും ഓരോ സ്റ്റെപ്പും വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനും മംഗൂസിനെ. ഇറ്റ് വാസ് അഗ്രസീവ് ടു. അഗ്രസീവ് മീൻസ് വൺ ഹൂ ഈസ് ഹാവിങ് വാട്ട് likely to attack someone done in a forceful way. ഒരു ആക്രമണ സ്വഭാവമുള്ള, ആക്രമണിക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ്, ഭയങ്കരമായിട്ട് അറഗൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആണ് ഈ മംഗൂസ് എന്നുള്ളത്. കോബ്രക്ക് നല്ല നിശ്ചയമുണ്ട്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ് ഫൈറ്റർ ടു. പക്ഷേ കോബ്ര നമുക്കറിയാം മംഗൂസിനേക്കാളും നല്ലതാണ്, അല്ലെങ്കിൽ മംഗൂസിനെ പോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, സ്കിൽഫുൾ ആയിട്ടുള്ള, അത്രയും കഴിവുള്ള ഒരു ഫൈറ്റർ തന്നെയാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി. അപ്പോൾ വളരെ സ്പീഡായിട്ട്, സ്വിഫ്റ്റ് മീൻസ് സ്പീഡ്, സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ കടിക്കുന്ന, അപ്പോൾ കൊത്തുന്നത്. അപ്പോൾ എന്താണ്, വളരെ ലൈറ്റിൻ്റെ സ്പീഡിൽ തന്നെ തൻ്റെ എനിമീൻ്റെ നേരെ സ്ട്രൈക്ക് ചെയ്യാനും സ്വിഫ്റ്റായിട്ട് മൂവ് ചെയ്യാനും കഴിയും. ആൻഡ് സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്. അപ്പോൾ ആ ഫാങ്സ് എന്ന് പറഞ്ഞാൽ പത്തി, അതിൻ്റെ പത്തിയുടെ പുറകിലുള്ള ആ ഒരു സാക്കിൽ, അവിടെയുള്ള ആ ഒരു കവറിൽ എന്താണ്, ഇറ്റ് വാസ് ഹാവിങ് ഫുൾ ഓഫ് ഡെഡ്ലി വെനം. മരണത്തിന് കാരണമാവുന്ന, ഡെഡ് ആവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വളരെ ഡെഡ്ലി ആയിട്ടുള്ള വെനമാണ്. വെനം മീൻസ് പോയ്സൺ. അപ്പോൾ ആ വിഷം നിറച്ച ആ ഒരു സാക്കുകളും കൂടിയുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി ഡേഞ്ചറസ്. അപ്പം മംഗൂസ് ഭയങ്കര സ്വിഫ്റ്റും ഭയങ്കര ക്ലവറും അഗ്രസീവ് ഫൈറ്ററാണ്. അതേസമയത്ത് കോബ്ര എന്താണ്, ഇറ്റ് വാസ് ഓൾസോ എൻ എക്സ്പീരിയൻസ് ഫൈറ്റർ ആൻഡ് ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് വെപ്പൺ, ദാറ്റ് ഈസ് വെനം. ഏറ്റവും നല്ല ആയുധം കോബ്രയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടിക്കറിയാം. നറേറ്റർ നോ എവറിത്തിങ്. സോ ദാറ്റ് ഹി വാസ് ടെല്ലിങ് ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന എന്താണ്, ഒരു ബാറ്റിൽ എന്ന് പറഞ്ഞാൽ യുദ്ധം, ചാമ്പ്യൻസ് തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫോട് കൂടി ഇന്നത്തെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വരെ വെച്ച് നമ്മൾ എന്താണ് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുവരെ നടന്ന ഈ കുട്ടി വളരെ കുറേ കാലം പല എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇനി സമ്മർ, അപ്പോൾ ഒരു സമ്മറിൽ എന്താണ്, ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ഐ ഹാഡ് എ വെരി സ്ട്രേഞ്ച് എക്സ്പീരിയൻസ്. അപ്പോൾ കുട്ടി വിവരിക്കുകയാണെന്ത്, അവന് ഉണ്ടായ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള, വളരെ രസകരമായ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്. ദാറ്റ് വാസ്, ഈ ബനിയൻ ട്രീൻ്റെ മേലെ ഇരിക്കുമ്പോൾ ഒരു കോബ്രയും ഒരു മംഗൂസും കൂടി ഡയറക്റ്റ് ഫേസ് ടു ഫേസ് വന്ന് അവരെ ബാറ്റിൽ തുടങ്ങാൻ പോവാണ്. സോ ഇറ്റ് വാസ് ഹിസ് എക്സ്പീരിയൻസ്. ദെൻ വിൽ ഹാവ് എ ഡിസ്കോസ് ഓൺ ദിസ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കാൻ പോവാണ്. അപ്പോൾ I'll give you one question. The narrator was very excited to see the cobra and the mongoose in the garden. He knew that it would be a battle of champions. അപ്പോൾ കോബ്രനെയും മംഗൂസിനെയും ഗാർഡനിൽ കണ്ടപ്പോൾ എന്തിനായാലും നറേറ്റർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ടാവും, അത്ഭുതം അല്ലെങ്കിൽ ഭയങ്കര ഒരു ആകാംക്ഷ തോന്നിയിട്ടുണ്ടാവും. ആൻഡ് ഹി നോ ദാറ്റ് ഇറ്റ് വുഡ് ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ചാമ്പ്യൻസിൻ്റെ യുദ്ധം. തിങ്ക് ദാറ്റ് ഹി ഗോസ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ടെൽസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു അസ്യൂം ചെയ്യുക, നിങ്ങളൊന്ന് ഒന്ന് ആലോചിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഓടിപ്പോയി ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഈ ഒരു സീൻ പറയുന്നതെന്ന് വിചാരിച്ചു. ഇപ്പോൾ കോബ്രയും മംഗൂസും കൂടി ഫൈറ്റ് ചെയ്യാൻ പോവാണ്, ഗാർഡനിലാണ്, എവിടെ വെച്ചാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഹൗ വുഡ് ബി ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് ഫാദർ ആൻഡ് നറേറ്റർ. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ് ഫാദറും നമ്മുടെ നറേറ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം എങ്ങനെയായിരിക്കും? ഓക്കെ, യു ക്യാൻ ഗസ് ദിസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടു. അപ്പോൾ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് സാധാരണ 6 മാർക്കിനും 5 മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസ്കോഴ്സാണിത്. ചോയ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ കോൺവെർസേഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം അധികം ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് കാര്യങ്ങളില്ലാതെ നമ്മൾ ചോദ്യവും ഉത്തരവും കൂടി ആകുമ്പോൾ ഒരു 6 എക്സ്ചേഞ്ച് തന്നെ, ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എക്സ്ചേഞ്ചിന്, അതുപോലെയുള്ള 6 എക്സ്ചേഞ്ചസ് ആണ് സാധാരണ ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ പറയും. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ കോൺവെർസേഷൻ നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. സോ ട്രൈ ടു ഡൂ ദാറ്റ്. ഐ വിൽ ഗിവ് യു ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടതിന് ശേഷം ഈ കോൺവെർസേഷൻ നോട്ട്ബുക്കിൽ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ
പോസ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും കൂടി 1-2 പ്രാവശ്യം കേട്ടതിന് ശേഷം നല്ല മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതായത് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ഒരു ഡിസ്കോഴ്സ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഈ ഒരു പോർഷൻ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ള ഭാഗങ്ങളും ആദ്യത്തെ വീഡിയോസും കൂടി കാണാം. സ്റ്റേ ട്യൂൺ ടു വിക്ടേഴ്സ് ചാനൽ ആൻഡ് സ്റ്റേ സേഫ്, stay home. So wish you all a very good day. Thank you.